2 ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതൊരു 3 ദിവസത്തെ വീഡിയോ ആണ്. ഒരു 2 ദിവസം മുമ്പ് വരെ നല്ല മഴയായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു കാറ്റും മഴയൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. ചേട്ടായി അവിമോളും കൂടെ വന്നു കഴിഞ്ഞിട്ട് ചായ കൂടി കഴിഞ്ഞിട്ട് ചേട്ടായി കടയിൽ പോയിട്ട് വന്നു കേട്ടോ. ഇവിടെ വൈകിട്ടാണ് ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും വാങ്ങിക്കാറ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ കേട്ടോ ചേട്ടായി ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണ് തേങ്ങയൊക്കെ ഇട്ട്. ഞാൻ പാവയ്ക്കയും ഫ്രൈ ചെയ്യണം കേട്ടോ. പിന്നെ മോരും മുട്ട പൊരിച്ചതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഉച്ചക്കത്തെ കറികൾ കേട്ടോ. അപ്പോൾ അത് കുറേ നാൾ കൂടി നമ്മുടെ റോസൊക്കെ നന്നായിട്ട് പൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിനിടയ്ക്ക് DAP ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു മാറ്റം അതിനെ കാണിച്ചു തുടങ്ങി കേട്ടോ. പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടി തുടങ്ങിയപ്പം അതിനൊരു മാറ്റം കണ്ടു തുടങ്ങി. പിന്നെ വൈകിട്ടത്തേക്ക് ചേട്ടായി ചിക്കൻ വാങ്ങിക്കാണ്ട് വന്നു. ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തു. കൂട്ടത്തിൽ സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് വൈകിട്ട് എണ്ണത്തിൽ കിട്ടും കേട്ടോ. ചിക്കൻ കറി വെക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇവിടെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഓയിൽ അധികം ഉപയോഗിക്കാതെയാണ് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്തേക്കുന്നത് കേട്ടോ. പെയിൻ്റ് അടി നടക്കുന്ന കാരണം ചെടികളൊക്കെ ഫ്രണ്ടിലേക്ക് നീക്കി വെച്ചേക്കുവാണ്. രാവിലെ ചേട്ടായി ഡ്യൂട്ടിക്കൊക്കെ പോയി കഴിഞ്ഞ് പിള്ളേർ സ്കൂളിലും പോയി കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് പാത്രങ്ങളെല്ലാം കഴിക്കുക, പാത്രങ്ങൾ കഴുകി വെക്കുക, പിന്നെ ഡൈനിങ് ടേബിളൊക്കെ തുടച്ചിടുക, അങ്ങനത്തെ കുറെ പരിപാടികളാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ജനലിൽ ഞാൻ നെറ്റ് അടിച്ചിട്ടുണ്ടേ. ഇവിടെയും പൂച്ചയുടെ ശല്യമുണ്ട്. അതുകൊണ്ട് പൂച്ചേനെ പേടിച്ചിട്ടും മറ്റ് പ്രാണികളെ പേടിച്ചിട്ടും ഒക്കെ നെറ്റ് അടിച്ച് വെച്ചേക്കാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എയർ കയറുകയും ചെയ്യും, പൂച്ചയൊന്നും കയറത്തുമില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരെണ്ണം തുറന്നിട്ടു. രാവിലെ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ചില പാത്രങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ അപ്പം കഴുകി വെക്കും, എന്നാലും കാണും കുറേ കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചതിന് ശേഷമാണ് ബാക്കി പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ച് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കും. പിന്നെ ഒന്ന് അടിച്ച് വാരും, ചിലപ്പോൾ ഒന്നിനോടൊക്കെ ഇട്ടൊന്ന് തുടയ്ക്കും. അത് കഴിഞ്ഞിട്ടത് ഞാൻ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞു. പിന്നെ ഇതേ കുറേ തുണി മടക്കി കണ്ടിട്ടോ. കഴുകി ഇടും, പക്ഷേ മടക്കി വെക്കാനായിട്ട് മാത്രം ഇച്ചിരി മടി വരും. അങ്ങനത്തെ കുറേ തുണികളൊക്കെ കുറച്ച് മടക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ വാങ്ങിയതിൻ്റെ കവറൊക്കെ ഒന്ന് ഞാൻ ചുമ്മാ ഹാൻഡ് വാഷൊക്കെ ഇട്ട് ഒന്ന് കഴുകും കേട്ടോ. അപ്പോൾ ഒരു മണം കിട്ടാൻ വേണ്ടേ. അങ്ങനെ അതൊക്കെ കഴുകി അതൊക്കെ മാറ്റിയിട്ടു. അത് കഴിഞ്ഞിട്ട് കൗണ്ടർ ടോപ്പും വൃത്തിയാക്കി ഗ്യാസും ഒന്ന് തുടച്ചിട്ടു. കുറച്ച് പാത്രങ്ങൾ വെള്ളം പോകാൻ വേണ്ടി അവിടെ പുറത്ത് നിറച്ച് വെച്ച് കേട്ടോ. ലൈറ്റ് ഓഫാക്കി ഡോർ അടച്ചതിന് ശേഷമാണ് ഓർത്തത് ജനൽ അടച്ചില്ലല്ലോന്നേ. അപ്പം വീണ്ടും വന്ന് ഞാൻ ജനലൊക്കെ അടച്ചിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി. ഇന്ന് രാവിലെ അപ്പൂസ് എണീറ്റ് അപ്പം തന്നെ എന്നും പതിവാണിതേ കുറച്ച് നേരം എൻ്റെ തോളെ കിടക്കും. പിന്നെ ഇന്നൊരു മടി കാണിച്ചു. എന്നാലും ചേച്ചി സ്കൂളിൽ ഇപ്പം റെഡിയാക്കുന്നത് കണ്ടപ്പം അവനും ഇൻട്രസ്റ്റായി, അവനും റെഡിയായി കേട്ടോ. അതിനുശേഷം പിന്നെ വീണ്ടും എൻ്റെ കലാപരിപാടി ഇതൊക്കെ തന്നെ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ മാവ് ബാക്കിയിരുന്നത് പകർത്തി വെച്ചു. പിന്നെ പാത്രങ്ങളെല്ലാം കൂടെ കഴുകാനിട്ടു. പിന്നെ ഞാനെന്ന് വെച്ചാൽ കറിയോ അങ്ങനെ ഒന്നും ആകാത്ത പാത്രങ്ങളാണ്, അത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചോളൂ. അങ്ങനെയൊക്കെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ അപ്പം തന്നെ അങ്ങ് കഴുകി വെക്കും കേട്ടോ. അത് ചുമ്മാ അങ്ങ് കഴുകി വെക്കും. പിന്നെ കറി ആയതോ അങ്ങനെ എന്തെങ്കിലും ആയതൊക്കെ ആണെങ്കിൽ സോപ്പിട്ട് കഴുകാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ ഞാൻ ഡൈനിങ് ടേബിൾ മണ്ടക്കൊണ്ട് ഞാൻ കമത്തി വെച്ചു കേട്ടോ, വെള്ളം പോകട്ടെ. ഇതൊക്കെ ഇന്നലെ കഴുകിയിട്ട ചവിട്ടിയാണ് കേട്ടോ. അപ്പം അതൊക്കെ കുറച്ച് ഉണങ്ങി, കുറച്ച് ചിലത് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടെ തിരിച്ച് മറിച്ച് വിട്ടു കേട്ടോ. കുറച്ച് ടോമിയുടെ കൂടിൻ്റെ മുകളിൽ കൊണ്ടിട്ടിട്ടുണ്ടേ. അവിടെ നല്ല ഷീറ്റ് നല്ല ചൂടാണല്ലോ, അപ്പോൾ അവനൊരു തണലും കിട്ടും. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും ചവിട്ടികൾ. അപ്പോഴാണ് ഓർത്തത് അവൻ്റെ പാത്രത്തിൽ വെള്ളമില്ലെന്നേ. അപ്പോൾ പിന്നെ പോയി അവൻ്റെ പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ച് കൊടുത്തിട്ട് തുണിയാണെങ്കിൽ ഇങ്ങേറ്റം വരെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം തുണികളും കുറച്ചായിട്ട് പറക്കിയെടുത്ത് കേട്ടോ. നല്ല പൊള്ളുന്ന വേരുണ്ട് പുറത്ത്, അത് കാരണം തുണികളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യുന്നുണ്ട്. തുണി കഴുകലും വിരിക്കലും മാത്രം നടക്കുന്നവളെ മടക്കാൻ കുറേ കിടക്കുവാണ് കേട്ടോ. എൻ്റെ കുറുമ്പ് ചെറിയൊരു കുറുമ്പ് കാണിച്ച് ചുണ്ട് ചെറുതായിട്ട് മുറിഞ്ഞു. അപ്പോൾ അത് ഒപ്പിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതാണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.